ഐശു, നമ്മളെവിടെ പോവാ? ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറ, എവിടെ പോവാ നമ്മള്? എന്തിനാ പോകുന്നത്? ചൂളിലേക്ക് മരുന്ന് കുടിക്കാനോ? ചൂളിലേക്കല്ല, നമ്മൾ അംഗനവാടിയിലേക്ക് തുള്ളി മരുന്ന് കുടിക്കാൻ പോവാണ്. എവിടെ പോവാണ്? എങ്ങോട്ടേക്ക്? ഈ പറയേ. അംഗനവാടിയിലേക്ക്. നമുക്ക് പോവല്ലേ? ഓക്കെ, എന്നൊരു ടാറ്റ എടുക്ക്, ഒരു ഹായ് കൊടുക്ക്. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മാസത്തോളം ആയിട്ടുണ്ടാവും ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇടയ്ക്ക് ഓരോ ഷോർട്സ് വീഡിയോസ് ഉണ്ടെങ്കിലും ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ വീഡിയോസ് ഇടുന്നത് നീണ്ടു പോയതാണ്. അപ്പോൾ ഇന്ന് ഒക്ടോബർ 12 പൾസ് പോളിയോ കേട്ടോ. അങ്ങനെ ഞാനും ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള വേറെ ആളും കൊണ്ട് ഞങ്ങൾ മക്കൾക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി അംഗനവാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഐശുവിനെ കൊണ്ട് ഞങ്ങൾ അംഗനവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിയിലേക്ക് പോകുന്ന വഴി ഒരു ചെറിയൊരു പാലം കടന്നിട്ടൊക്കെ വേണം കേട്ടോ പോവാൻ. ഒന്നാടി. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങളിത് അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാട്ടോ, അന്നത്തെ അംഗനവാടി ഇന്നത്തെ അംഗനവാടിയും തമ്മിൽ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ അംഗനവാടി നല്ല പുതുക്കി പണിതിട്ടുണ്ട്. ഇപ്പം ചുറ്റും ഗ്രില്ലിൻ്റെ കൊണ്ട് മതിലൊക്കെ ഉണ്ടാക്കി നിലത്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ചുമരിൽ മൊത്തം കുട്ടികൾ കളിക്കാനും ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളെയും ബേഡ്സിൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് അംഗനവാടി. അപ്പോൾ ഡിസംബർ മാസം മുതൽ ഐശുവിനെ അംഗനവാടിയിലേക്ക് വിടാനായിട്ടുണ്ട് കേട്ടോ. ഡിസംബറിലേക്ക് ഐശുവിന് 3 വയസ്സ് തികയാണ്. അപ്പോൾ ഡിസംബർ മുതൽ ഐശുവിനെ അംഗനവാടിയിൽ വിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവളെ അവസ്ഥ എന്നുള്ള നമുക്ക് അപ്പോഴത്തെ വീഡിയോസിൽ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങളിതാ അംഗനവാടിയിൽ എത്തിയിട്ടോ. അപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ, തിരക്കേ ഇല്ലായിരുന്നു. അംഗനവാടി ടീച്ചറും ആശാവർക്കറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് അങ്ങനെ ആരും ഇല്ലായിരുന്നു. പിന്നെ ഐശുവിന് മരുന്ന് കൊടുത്തു, പിന്നെ വിരലിൽ വരച്ച് കൊടുത്തു, പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ചെറിയ മോൻക്കും വരച്ച് കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് ടീച്ചറായിട്ട് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഡിസംബർ മുതൽ എന്തായാലും ഐശുവിനെ അംഗനവാടിയിൽ വിടണം. ഈ വർഷം എന്തായാലും ഈ അധ്യയന വർഷം അവളെ സ്കൂളിലേക്ക് വിടരുത്, അടുത്ത വർഷം മുതൽ സ്കൂളിലേക്ക് വിട്ടാൽ മതി, കുറേ വർഷമെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ പറഞ്ഞു. പിന്നെ ഫോമിൽ സൈൻ ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. നിറച്ചും ടോയ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അംഗനവാടി ഒന്ന് പുതുക്കി പണിതതിന് ശേഷം കുറേ ടോയ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ടോയ്സ് കണ്ടപ്പോൾ അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. വേറെ ആരും ഇല്ലാത്തതും കൊണ്ട് പിന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ മാസത്തെ അമൃതപ്പൊടിയും വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ അതിനായി പിന്നെ ഒരു വരവ് വരണ്ടേന്ന് എഴുതി. ഇനിയിപ്പോൾ 2 മാസം കൂടെ ഉള്ളൂ അമൃതപ്പൊടി. അപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇനി ആയിഷു അംഗനവാടി കുട്ടിയായി. അപ്പോൾ ഇനി നമുക്ക് ഐശുവിനെ അംഗനവാടിയിലൊക്കെ വരുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇടാം. അങ്ങനെ അംഗനവാടിയിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ മിച്ചർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേക്ക് മിച്ചറും വാങ്ങിയിട്ടാ ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെയും പുതിയ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.